നമ്മുടെ ജീവിതത്തിൽ വിളിക്കാത്ത അതിഥിയെപ്പോലെ, രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം ഏതു നിമിഷവും വരാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായമാണ്. ഓരോ അധ്യായങ്ങളുടെ ധ്യാനവും നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ഒരു നിർണായകമായ അധ്യായമാണ്. ചോരപ്പാടുകളുടെ ഒരു അടയാളം കാണുന്ന അധ്യായം. തെർത്തുല്യൻ എന്ന സഭാപിതാവ് ഒരിക്കൽ പറഞ്ഞു, രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ആദ്യത്തെ രക്തസാക്ഷിയായി സ്തെഫാനോസ് മാറിയെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുന്ന ചിത്രം ഈ 12-ാം അധ്യായത്തിലാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ ഇടിമക്കളിലൊരുവനായ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്, അദ്ദേഹം വാളുകൊണ്ട് കൊല്ലപ്പെടുന്ന സംഭവമാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കം. അതിലും നമ്മളെ വിഷമം കാണിക്കുന്ന മറ്റൊരു സംഭവം, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞിട്ട് മറ്റൊരു പ്രധാന ശിഷ്യനായ പത്രോസിനെ കൊല്ലാൻ വേണ്ടി ജയിലിൽ അടച്ചിരിക്കുകയാണ്. സഭയെ സംബന്ധിച്ച് അവരെ മനസ്സിന് വേദന ഉളവാക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വിളിക്കാത്ത അതിഥിയെപ്പോലെ, രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം ഏതു നിമിഷവും വരാം. ബൈബിൾ പറയുന്നു, നമ്മുടെ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ യൗവനപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മരണം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മരണം എவ்விധമായാലും ദൈവം ഏൽപ്പിച്ച ദൗത്യം തീർത്താൽ നമ്മളിവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവ് മരിക്കുന്നത് 33.5 വയസ്സിലാണ്. യാക്കോബിനെ കൊന്നു കളഞ്ഞു. പക്ഷേ അതേ സമയത്ത് കൊല്ലാൻ വേണ്ടി പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ വായിക്കുന്നത് പത്രോസ് കാവൽക്കാരുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇതെന്തൊരു അസാധാരണ സംഭവമാണ്. റിമാൻഡിൽ കിടക്കുന്ന ഒരു പ്രതി അന്ന് അവിടെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണ ധൈര്യമാണ്. എന്തുകൊണ്ടാണ് പത്രോസ് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവനെ തൊടാൻ ഒരു ശത്രുവിനും കഴിയില്ല എന്നുള്ള ജീവദാതാവായ ക്രിസ്തു പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ഓർമ്മയാണ്. പ്രിയമുള്ളവരെ, ജീവിതം പ്രതിസന്ധികൾ കൊണ്ട് നിറയുമ്പോൾ കർത്താവ് നമ്മോട് പറഞ്ഞ വാക്കുകളെ അല്ല, വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഓർക്കുന്നെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് തരണം ചെയ്യാം. പത്രോസ് അവിടെ കിടന്നുറങ്ങി. കാരണം കർത്താവ് പറഞ്ഞിരുന്നു, നീ വയസ്സ് ചെന്ന് വൃദ്ധനാകുമ്പോഴാണ് മരണം നിനക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് താൻ അതിനു മുമ്പ് വന്ന ഒരു പ്രതിസന്ധികളെയും ഭയപ്പെട്ടില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ കൊണ്ടോ മാനസിക തകർച്ചകളിലോ സാമ്പത്തിക ഞെരുക്കങ്ങളിലോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഓർക്കുന്നെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാം. നമ്മൾ വായിക്കുന്നത് പത്രോസിന് അവിടെ കൊടുത്തത് ഒരു സ്വപ്നതുല്യമായ വിടുതലാണ്. അന്ന് രാത്രിയിൽ തന്നെ ദൂതനിറങ്ങുന്നു, അവനെ അവിടെ നിന്ന് വിടുവിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ചങ്ങലകളെല്ലാം നിലത്ത് വീഴുന്നു. ദൂതൻ അവനെ പുറത്തു കൊണ്ടുവരുന്നു. തൻ്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന എല്ലാ വാതിലുകളും, ഇരുമ്പ് വാതിലുകളും തുറക്കപ്പെടുകയാണ്. അന്ന് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച സഭയുടെ മുൻപിലേക്ക് പത്രോസ് കടന്നു വരികയാണ്. 12-ാം അധ്യായത്തിൽ ഒരു ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു രക്തസാക്ഷിയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണെങ്കിൽ,
പിന്നെ വായിക്കുന്നത് ഒരു ഭക്തൻ്റെ വിടുതലിനെ കുറിച്ചാണ്. അദ്ദേഹം സ്വപ്നതുല്യമായ ഒരു രക്ഷ അനുഭവിച്ചു വരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഈ ആഴ്ചയിൽ അല്ല, ഒരു പക്ഷേ ഈ ദിവസം, ഈ പുതിയ മാസത്തിൻ്റെ ഈ പ്രാരംഭ ദിവസം നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ചില വിടുതലുകളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഏറ്റവും അവസാനത്തെ വാക്യം, 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ, ആര് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, അതേ രാജാവിനെ ദൈവത്തിൻ്റെ ദൂതൻ അടിച്ചിട്ട് അവൻ കൃമിക്കിരയായി പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് 12:23. അതെ, നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ ദൈവം പരിഹാരം വരുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 12-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് തന്ന സന്ദേശത്തെ ശിരസാൽ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. Have a blessed day.